ഹലോ ഗായ്സ്, ഒരു ചക്കക്കഥ കേൾക്കാം അല്ലേ? നല്ല രസം, നിങ്ങൾ കേട്ടിരുന്നോളൂ കേട്ടോ. ചക്ക വെച്ച് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ ചക്ക വെട്ടി അതിസാഹസികമായി കയറി ചക്ക വെട്ടി അത് ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവിടുന്ന് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്കായാലും റിൻഷക്കായാലും ബെറ്റർ ഓളെ വീടായിരിക്കും. കാരണം ഓളോ ഫാദറിലോക്ക് സുഖമില്ലാത്തതിനോണ്ട് എന്തായാലും ഓള് വരില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി അതിസാഹസികമായി ചക്ക വെട്ടാൻ 3 ആൾക്കും ചക്ക വെട്ടാൻ അറിയില്ല. എങ്ങനെയോ ചക്ക വെട്ടണ നിങ്ങൾ കണ്ടില്ലേ, തേങ്ങ പൊതിക്കുന്ന അരി. ചക്ക വെട്ടി ഞങ്ങളത് ഷെയർ ചെയ്ത് ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടി എന്ന് പറഞ്ഞതിൽ ഞാൻ ചെത്തി കൊടുത്തു, അവൾ ഇരിഞ്ഞിട്ടു, തുമ്പു അരിഞ്ഞു, അങ്ങനെ ഓരോന്ന് ചെയ്തു. അതിൻ്റെ ഇടയിൽ ഓരോ വർത്തമാനം പറയുന്നുണ്ട്, കളിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, മക്കൾ ആ സൈഡിൽ കൂടി ഓടുന്നുണ്ട്. ചക്ക വെക്കാനും ചക്ക കഴിക്കാനും ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് മാത്രം ഇറങ്ങി പുറപ്പെട്ടതാണ്. അതിൻ്റെ ഇടയിൽ ഒരു വിറ്റുണ്ട്. അതെന്താ അറിയോ? ചക്ക മൂത്തിട്ടില്ലേനു, ഇളയ ചക്കേനു, ഉപ്പേരിച്ചക്ക, ആ ഒരു ഇതേനു, വറവിട്ട് കഴിക്കാന്നുള്ളൊരു ആ ഒരു ഇതേ ആയുള്ളൂ. അത് വേറെ തുമ്പൂൻ്റെ എഴുത്താതെ വന്നതിന് ശേഷമാണ് പറഞ്ഞത് ചക്ക ആയിട്ടില്ല, മൂത്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ ആഗ്രഹം ഞങ്ങൾ ഒതുക്കി, ഞങ്ങൾ എന്തായാലും ഇറങ്ങി പുറപ്പെട്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ഇതാക്കി വെക്കാം, വറവിട്ട് വെക്കാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി. എന്തായാലും വേണ്ടിയില്ല, നമ്മൾ ഇറങ്ങിയല്ലോ, വെക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങി. 2 പ്രാവശ്യമായിട്ട് കുക്കറിലിട്ട് വേവിക്കാൻ നിന്ന് കേട്ടോ. അപ്പോഴാണ് തൊട്ടടുത്തുള്ള ഏച്ചി വന്ന് അപ്പം പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ഇത് നിങ്ങൾക്ക് തേങ്ങ ഒതുക്കി വെച്ചാലും പുഴുക്ക് പോലെ ആക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഉടഞ്ഞ് കിട്ടൽ കുറവായിരിക്കും, എന്നാലും ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ സമാധാനമായി. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, എന്തായാലും നമ്മൾ തിന്നും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച് 2 പ്രാവശ്യം കുക്കറിലിട്ട് തുമ്പ് തേങ്ങ പൊതിച്ച് തേങ്ങ ചിരവി ചക്ക ഒരു ട്രിപ്പ് വന്നിട്ടുണ്ട്, സെക്കൻഡ് ട്രിപ്പ് കുക്കറിലിട്ടിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ഒതുക്കിയത് ഇട്ട് തുമ്പൂൻ്റെ താത്തണ്ട് ഓര് മിക്സ് ആക്കുന്നുണ്ട് നമ്മളെ കൂടി. എന്തായാലും ഞങ്ങളത് ചെയ്തു, വറവിട്ടു. പിന്നെ അപ്പുറത്തെ സൈഡിൽ ചായ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും കത്തുപാട്ട് ചെയ്യുന്ന ഫ്രൂട്ട്സ് വെച്ചിട്ടാണ്. ഞങ്ങൾ എന്ത് ചെയ്തത്, ഞങ്ങൾ ചക്ക വെച്ചിട്ട് വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ച് കത്തുപാട്ട് ചെയ്യാൻ ഒരുങ്ങി. അങ്ങനെ ഇല വെട്ടി, ഇല കഴുകി വൃത്തിയാക്കി ഞങ്ങൾ കത്തുപാട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ കത്തുപാട്ടിൻ്റെ. അപ്പോൾ എന്നോട് ഓള് പറഞ്ഞ് കൊടകി അതും ഉണ്ട് റീലിൽ എന്ന് പറഞ്ഞ്. എവിടുത്തെക്കോ കണ്ട റീൽസാണ് കേട്ടോ, അത് വെച്ചിട്ടാണ് ഓരോന്ന് പറയുന്നത്. അപ്പം ഞാൻ അത് കുടഞ്ഞു. അതിന് സൈഡായിട്ട് അടിപൊളി ചമ്മന്തി, അടിപൊളി കോമ്പിനേഷൻ ചമ്മന്തിയാണ് കേട്ടോ ചക്കപ്പുഴുക്കിന്. അതും ഞങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഒരിലയിൽ ചുറ്റിയിരുന്ന് മക്കളും കഴിച്ചു, കൂടെ ഞങ്ങളും കഴിച്ചു. അടിപൊളി കട്ടൻ ചായയും കുടിച്ചു. സൂപ്പറാണെന്ന് മക്കളെ അഭിപ്രായവും കേട്ടു. ഞങ്ങൾ യാത്രയായി. ബായ്.